കേരളത്തിലെ പല ഹോസ്പിറ്റലുകളും അമേരിക്കൻ കോർപ്പറേറ്റ്സുകളും അതുപോലെ വലിയ വലിയ കോർപ്പറേറ്റുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6000 കോടി രൂപയാണ് കേരളത്തിലെ ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതലാകാനേ സാധ്യതയുള്ളൂ. ഇത്തരത്തിലുള്ള വാർത്തകൾ ശരിക്കും ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേരളം ഇന്ത്യയിലെ തന്നെ ഒരു ഡയബറ്റിക് ഹബ്ബായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ രീതി വളരെ മോശമാണ്, നമ്മുടെ ഭക്ഷണ രീതി മോശമാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോശമാണ്. അടുത്തൊരു 10 മുതൽ 15 വർഷത്തിനുള്ളിൽ കേരളം രോഗികളെ കൊണ്ട് നിറയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് മുന്നോട്ട് കണ്ടിട്ടാണ് ഇത്രയധികം കോർപ്പറേറ്റുകൾ ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മികച്ച ചികിത്സയൊക്കെ നമുക്ക് ലഭ്യമാവും, പക്ഷേ ആ ഒരു ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഒരു പണം വളരെ ഹൈ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കോർപ്പറേറ്റ് കമ്പനികൾ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 14% ഇൻഫ്ലേഷനാണ് മെഡിക്കൽ രംഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ചികിത്സ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു 15 വർഷം കഴിയുന്ന സമയത്ത് ഒരു 35 മുതൽ 40 ലക്ഷമൊക്കെ ആവും. അതിന് ലോകോത്തര ചികിത്സയൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണക്കാർക്ക് ഇത് ഗുണമാവണമെങ്കിൽ ഉറപ്പായിട്ട് അവരൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇപ്പോൾ കാരണം പല കുടുംബങ്ങളും ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത കാരണം അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇപ്പോൾ കയ്യിലെ പണം തികയാതെ വരികയാണ്, അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും എടുത്തു വെക്കുക. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ അത് മാൻഡേറ്ററിയാണ്. കമൻറ്റിൽ ഞാൻ